വളവന്നൂർ പഞ്ചായത്ത് നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ജൂൺ 8-ന് കരിയർ പാത്വേ സംഘടിപ്പിക്കും. പഞ്ചായത്ത് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് പരിപാടി ഒരുക്കുക. കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, 10+2 ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദനം, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രഖ്യാപനം എന്നിവയാണ് സംഘടിപ്പിക്കുന്നത്. ജൂൺ 8-ന് രാവിലെ വരമ്പനാല ബ്രീസ് മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി. വിവിധ വിഷയങ്ങളിൽ കരിയർ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും. വിദ്യാർത്ഥികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും കൗൺസിലിംഗും ലഭ്യമാക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ഈ പരിപാടിയിൽ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുക്കുന്ന ഈ പരിപാടിയുടെ ഭാഗമായി തുടർന്ന് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വരും കാലങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതി അവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ, അധ്യാപക സംഗമം, അതേപോലെ തന്നെ ഈസി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി PSC പരിശീലനം, വ്യത്യസ്ത മത്സര പരീക്ഷകളുള്ള ട്രെയിനിങ്, അതേപോലെ തന്നെ ലൈബ്രറി ശാക്തീകരണം, ജെൻഡർ റിസോഴ്സ് സെൻ്ററിൻ്റെ കീഴിലുള്ള മെൻറ്ററിങ്, റെമഡിയൽ ടീച്ചിങ് തുടങ്ങി വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് ഇതിനോടനുബന്ധിച്ച് വളവന്നൂർ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കുന്നത്. കുട്ടികൾ 10ാം ക്ലാസ്സും +2 കഴിഞ്ഞിട്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ അഭിരുചിക്ക് പറ്റിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കൗൺസിലിംഗ് ആണ്, കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് ആണ് വളവന്നൂർ പഞ്ചായത്ത് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇപ്പം മാറി വരുന്ന ജോലി സാഹചര്യങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ അവർക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയാണ് വളവന്നൂർ പഞ്ചായത്ത് ഇതിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷി കുട്ടികളെയും ചേർത്ത് പിടിക്കാൻ വളവന്നൂർ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ വെച്ച് നമ്മുടെ പഞ്ചായത്തിലെ SLC+2 വിജയിച്ച മുഴുവൻ ഭിന്നശേഷി കുട്ടികൾക്കും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അന്ന് അവാർഡ് വിതരണം ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് അധ്യക്ഷൻ TK ഷംസുദ്ദീൻ, ഉപാധ്യക്ഷ നഫീസ തിരുത്തി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷർഫുദ്ദീൻ കുന്നത്ത്, സുൽഫത്ത്, പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ നബീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ.